ലോകരാഷ്ട്രങ്ങൾ, വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കേരളത്തെ അവിശ്വസനീയമായ അസൂയയോടെയാണ് നോക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരു നാട് ഇന്ത്യയിലുണ്ടായി? അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിതായുസുള്ള ഒരു നാട്, ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ കീഴടക്കിയ ഒരു നാട്. എങ്ങനെയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമായത്? അതും ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം. ഏതിന്ത്യ? ഇന്നും ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായി, പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഗോള വിശപ്പ് സൂചിക എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചൊരു പട്ടിക തയ്യാറാക്കും. അതാണ് ആഗോള വിശപ്പ് സൂചിക. 123 രാജ്യങ്ങളാണ് ഇപ്പോൾ ആഗോള വിശപ്പ് സൂചികയിലുള്ളത്. 123 രാജ്യങ്ങളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ 102ാം സ്ഥാനത്താണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ നേർചിത്രം. വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും കേന്ദ്ര ഭരണാധികാരികളും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. 102ാം സ്ഥാനത്താണ് നാം. പട്ടിണി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഉണ്ടാവില്ല. പട്ടിണി ഒരു വാക്കു മാത്രമായി മാറി കേരളത്തിൽ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവർ, അങ്ങനെയുള്ള ഹതഭാഗ്യരുടെ നാടാണ് നമ്മുടെ നാട്. അത് സംബന്ധിച്ച് ആധികാരികമായ സ്ഥിതിവിവരക്കണക്കാണ് ഞാൻ പറഞ്ഞ ആഗോള വിശപ്പ് സൂചിക. 102ാം സ്ഥാനം. ഇത് പട്ടിണിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ തരത്തിലുള്ള പിന്നാക്കാവസ്ഥയും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ പാർക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുന്നവർ, അതാണ് ഇന്ത്യ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്നും 7 സ്റ്റാർ ഹോട്ടലിലേക്കുള്ള യാത്ര, ആ യാത്ര പോകുന്ന റോഡിന്റെ ഇരുവശത്തും മിന്നൽ വേഗത്തിൽ മതിൽ പണി തീർക്കും. എന്തിനാണത്? ആ മതിലിനപ്പുറം ചേരിയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കണ്ണിൽ ഈ മനുഷ്യരുടെ പേക്കോലം പെട്ടാൽ ഇന്ത്യക്ക് നാണക്കേടാണ്. അതുകൊണ്ടോ മതിലുകെട്ടി മറച്ചു പിടിക്കുന്നു ദാരിദ്ര്യം. അതാണ് ഇന്ത്യ. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കേണ്ടത്.